പുല്ല് കനം കുറഞ്ഞതാണ്, അതിനേക്കാൾ കനം കുറഞ്ഞതാണ് പഞ്ഞി, അതിനേക്കാൾ ലഘുവാണ് യാചകൻ. കാറ്റ് പുല്ലിനെയും പഞ്ഞിയെയും പറത്തും, പക്ഷേ യാചകനെ കാറ്റ് ബാധിക്കുന്നില്ല. അടുത്തു പോയാൽ ഭിക്ഷ ചോദിച്ചാലോ എന്ന് കാറ്റിനും പേടിയാണ്. ഭിക്ഷ യാചിക്കുന്നവരെ കളിയാക്കുന്ന ഒരു ശ്ലോകമാണിത്. ഉപദേശ നിർദ്ദേശങ്ങൾ മാത്രമല്ല, ആഭാരമായ നർമ്മബോധവും ചാണക്യൻ ചില സമയത്ത് ഉപയോഗിച്ചതായി കാണുന്നു. രാജ്യത്ത് ദാരിദ്ര്യമുണ്ട്, യാചകന്മാർ ഇപ്പോഴുമുണ്ട് എന്ന രാജാവിനെ വ്യംഗ്യമായി അറിയിക്കുവാനും അതിനിടയുണ്ട്. അമ്പലത്തിലെ ഊണ് മോശമായതിനാൽ ആ വിവരം രാജാവിനെ അറിയിക്കുവാൻ ഹാസ്യ സാമ്രാട്ട് കുഞ്ചൻ നമ്പ്യാരും ഇങ്ങനെ ഒരു തന്ത്രമാണ് ഉപയോഗിച്ചത്. രാജാവിന്റെ മുമ്പിൽ നടക്കുകയായിരുന്ന ഒരു പശു വയറിളകിയതുപോലെ ദുർഗന്ധത്തോടെ ചാണകമിട്ടപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പശുവിനോട് ചോദിച്ചു, "അല്ലയോ പശുവേ, നിനക്കും ഇവിടുത്തെ അമ്പലത്തിലാണോ ഊണ്?" രാജാവിന് കാര്യം മനസ്സിലായെന്നും ഉചിതമായ തീരുമാനമെടുത്തെന്നുമാണ് കഥ. പുല്ലിനെ കാറ്റു പറത്തുന്നു, പഞ്ഞിയെയും കാറ്റു പറത്തുന്നു, അതിനേക്കാൾ മെലിഞ്ഞ യാചകനെ എന്തായി കാറ്റ് നീ പറത്താത്തതെന്ന് കാറ്റിനോട് ചോദിച്ചു. പറത്താൻ യാചകന്റെ അടുത്ത് ഞാൻ ചെന്നാൽ അവൻ എന്നോടും ചിലപ്പോൾ ഭിക്ഷ യാചിക്കും എന്നാണ് കാറ്റിന്റെ മറുപടി. ഭിക്ഷക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഭക്ഷണത്തിന്റെ അഭാവത്തിൽ അവർ മെലിഞ്ഞു പോയിരിക്കുന്നു. അതിനാൽ അവർ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാതെ എല്ലാവരോടും ഭിക്ഷ ചോദിക്കുന്നു. ഈ കാര്യം രാജാവിനെ അറിയിക്കുവാൻ ചാണക്യനെടുത്ത തന്ത്രമായിരിക്കും ഈ ശ്ലോകരചന. തൃണം ലഘു തൃണതുല്യം തുലാദപതി യാചക വായുനാം കിം ന തീഥോ സൗമായം യാചയിഷ്യതി.